ഞാനിങ്ങനെ പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്തിരുന്ന സമയത്താണ് ഒരു സാധനം എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അതുണ്ടാക്കാതെ നമുക്കൊരു സമാധാനം ഉണ്ടോ? മറ്റൊന്നുമല്ല, ചെറിയൊരു ഇയർ റിംഗ്സ് ആണ്. ഈ ഒരു പേപ്പറിന് പകരം നിങ്ങൾ കാർഡ്ബോർഡ് പീസ് എടുത്താൽ മതി. ഇത് ക്യാൻവാസ് പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാ, പക്ഷെ ഞാൻ എൻ്റെ പേരങ്ങ് മറന്നുപോയി. അത് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു വൈറ്റ് ക്ലോത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് വേണ്ട ഡിസൈൻ അതിൽ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആക്ച്വലി ഞാനൊരു ലോട്ടസിൻ്റെ ഡിസൈനൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് വരച്ചു വന്നപ്പോൾ വേറെ എന്തൊക്കെയോ അങ്ങ് ആയിപ്പോയി ഗേസ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇല്ല, എൻ്റെ കമ്മൽ ഇങ്ങനെയല്ല എന്നുള്ള എക്സ്പ്രഷൻ ആയിരുന്നു ഗേസ് എനിക്കപ്പോൾ. എന്നാലും നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ശ്രമിച്ച് പുതിയതൊരെണ്ണം അങ്ങോട്ട് വരച്ചെടുത്തു. നമ്മളോടാ കളി. ഇനി നമുക്കതിൽ കുറച്ച് മുത്തൊക്കെ പിടിപ്പിച്ചു കൊടുക്കാം. കാണും പോലെ തന്നെ നമുക്ക് 3 സൈഡിലും വൈറ്റ് ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ശരിക്കും അവരിങ്ങനെയൊക്കെയാണോ ചെയ്തിരുന്നതെന്നൊന്നും എനിക്കറിയില്ല ഗേസ്. പക്ഷേ എനിക്ക് എളുപ്പപ്പണി ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു. ഇനി ഇതിന്റെ ബാക്ക് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണമല്ലോ. ഞാനിവിടെ വാക്സ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ കമ്മലിന് ഈ സ്റ്റഡ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ രീതിയിൽ ഒട്ടിക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് ഉറച്ചിരുന്നോളും, പെട്ടെന്നൊന്നും പോരത്തില്ല. എന്തായാലും ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നമുക്ക് പല ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, വീണ്ടും കാണാം.